പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പാലക്കയംതട്ടിലേക്കാണ്. ഞാനിപ്പം മണ്ഡലം ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പ കുടിയാനമല റൂട്ടിലുള്ള മണ്ഡലം എന്ന ടൗണാണ് നിങ്ങളീ കാണുന്നത്. മണ്ഡലം എന്ന ടൗണിൽ നിന്ന് ഞാനിപ്പം റൈറ്റ് എടുക്കുന്നു. ഞാൻ വരുന്നത് ഇരട്ടി ഭാഗത്തു നിന്നാണ്. തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ മണ്ഡലം ടൗണിൽ നിന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലക്കയംതട്ടെന്ന ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അത് നോക്കി വന്നാൽ മതി. അപ്പോൾ വരുന്ന വീഡിയോകളിലും ഈ വീഡിയോകളിലൊക്കെ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് പാലക്കയംതട്ടിലോട്ടുള്ള റോഡുകളെ കുറിച്ചാണ്. എല്ലാ റോഡുകളും 3-4 വഴിയിലൂടെ നമുക്ക് പാലക്കയംതട്ടിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ പാർട്ടുകളായിട്ടായിരിക്കും വീഡിയോകളൊക്കെ ചെയ്യുന്നത്. എല്ലാം ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് മണ്ഡലം ടൗണിൽ വന്നതിന് ശേഷം പാലക്കയംതട്ടിലോട്ട് എത്തിച്ചേരുവാനുള്ള റോഡ് വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കയംതട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊന്നുമില്ല. വെറും വഴികളൊക്കെ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത കാലത്തായിട്ട് റീടാറിങ് ഒക്കെ ചെയ്തതാണ് പല ഭാഗങ്ങളും. മുകളിലോട്ട് പോകുന്തോറും എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് റോഡ് ഇപ്പം നനഞ്ഞ് കിടക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് രാവിലെ ഏകദേശം 8 മണിയായിട്ടുണ്ട് സമയം. മണ്ഡലം ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ആണ് നമ്മൾക്ക് അകത്തോട്ട്. ഈ ചെറിയ റോഡിലൂടെ നമുക്ക് 7 കിലോമീറ്ററാണ് പോകേണ്ടത്. ചിലപ്പോഴും നിങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ലൊക്കേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ കൃത്യമായിട്ട് വർക്കാകണമില്ല. ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട്, ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ അടുത്ത ടൗണിൽ നിന്ന് ചോദിക്കുക ഏത് റോഡാണ് അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല വഴി എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പോകുക. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങളെ ഈ റൂട്ട് കാണിക്കണമെന്നില്ല. നിങ്ങളെ വേറെ ഏതെങ്കിലും റൂട്ടൊക്കെ കാണിച്ചു തരും. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. നല്ല കയറ്റമാണ്. അതേപോലെ തന്നെ വളവും. കയറുന്ന വണ്ടികളും ഇറങ്ങുന്ന വണ്ടികളും ഒന്ന് സൂക്ഷിച്ചിറങ്ങുക, പോകുക. ചിലപ്പോഴും മുകളിൽ നിന്ന് സ്പീഡിൽ ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് താഴേന്ന് ചെല്ലുമ്പം നമ്മൾ താഴേന്ന് എങ്ങനെയും ലോവർ ഗിയറിൽ കയറ്റാൻ വേണ്ടിയായിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ ഹില്ലേരികളൊക്കെ ഓടിച്ച് പരിചയമില്ലാത്തവരൊന്ന് സൂക്ഷിച്ച് വരാൻ വേണ്ടി ശ്രമിക്കുക. മിക്കവാറും വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുന്ന സമയത്തോടുകൂടി ഏകദേശം ഒരു 4 മണിയോടുകൂടി ആൾക്കാർ ഒരുപാട് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുള്ള സമയങ്ങളിൽ റോഡ് ബ്ലോക്കാകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാറുകളാണെങ്കിൽ കുഴപ്പമില്ല. വലിയ വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ കുഴപ്പമില്ല. മിക്കവാറും 2 വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റും. കുറച്ചും കൂടി മുകളിലോട്ട് ചെല്ലുമ്പം എന്താണെന്ന് അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. എന്തായാലും സൈഡ് ഡ്രെയിനേജൊക്കെ കെട്ടി നല്ല റോഡൊക്കെ പണിത് വരുന്നുണ്ട്. പിന്നെ സൈഡ് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് രാത്രിയൊക്കെ സൈഡിലൊക്കെ പണി ചെയ്തത് കാരണം മണ്ണൊക്കെ ഇളകി കിടക്കുകയാണ്. വണ്ടി താന്നു പോവുകയാണെങ്കിൽ പിന്നെ പ്രശ്നമാവും. നല്ല കയറ്റമാണ്. സെക്കൻഡിലൊക്കെയാണ് കയറത്തുള്ളൂ വണ്ടികൾ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, ഈ സാധനങ്ങളൊക്കെ മാക്സിമം അടുത്ത ടൗണിൽ നിന്നൊക്കെ വാങ്ങിക്കാം. മുകളിലും കിട്ടും. മോശമായ ഭക്ഷണമോ മറ്റുള്ള സാധനങ്ങളൊന്നും അല്ല. എന്നാലും നമ്മൾ ഏത് ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ പോവുകയാണെങ്കിലും അതിനോട് തൊട്ടടുത്ത ടൗണിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലോക്കൽ ആൾക്കാർ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളെ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഫ്രഷും നല്ല ടേസ്റ്റോടു കൂടിയ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ. വളരെ ശ്രദ്ധിച്ച് പോവുക. ഫ്രണ്ടിൽ നിന്ന് വണ്ടികൾ വരാം. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, നല്ല ഒരു ജീപ്പ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവരും മെല്ലെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇറങ്ങി വരുമ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. കാട്ടുപന്നി
വൈകുന്നേരം ആകുമ്പം നല്ല ആൾത്തിരക്കുള്ള കാരണം കാട്ടുപോത്തൊന്നും ഇറങ്ങുന്നില്ല ഈ സ്ഥലങ്ങളിലൊക്കെ. വീക്കെൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക. അടുത്തെങ്ങും മെക്കാനിക്കൊന്നുമില്ല. മണ്ഡലം ടൗണിൽ പമ്പുണ്ട്. ടൗണിലല്ല, ടൗൺ എത്തുന്നതിന് മുമ്പ് കുറച്ച് 1/2 കിലോമീറ്റർ മുമ്പിൽ പമ്പുണ്ട്. അതേപോലെ തന്നെ നടുവിൽ എന്ന സ്ഥലത്ത് പമ്പുണ്ട്. ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്ത് പമ്പുണ്ട്. ആവശ്യത്തിന് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് വരിക. പിന്നെ വേനൽക്കാലങ്ങളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ സീസൺ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ജൂൺ അവസാനത്തോടു കൂടി ഇവിടെ സീസൺ തുടങ്ങും. അതേപോലെ തന്നെ ഒരു ജനുവരി അവസാനം വരെയൊക്കെ ഉള്ളൂ. ഈ വേനൽക്കാലങ്ങളിൽ വരുവാണെങ്കിൽ ഒന്നുമില്ല, നല്ല ചൂടും പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പച്ചപ്പൊന്നുമില്ല. മറ്റുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ രാവിലെ വൈകുന്നേരം ഏത് സമയത്ത് വന്നാലും നല്ല കോടയൊക്കെ മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വഴി പോകുമ്പം ജസ്റ്റ് റോഡിൻ്റെ കണ്ടീഷനൊക്കെ വീഡിയോ എടുത്തിടാറുണ്ട്. ഇതിപ്പോൾ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുകളൊക്കെയാണ്. പല ഭാഗങ്ങളും കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ വീതി തീരെ കുറവാണ്. 2 കാറ് വരുവാണെങ്കിലും നമുക്ക് കഷ്ടിയാണ് പോകാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട്, ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം വളരെ വീതി കുറവാണ്. പിന്നെ ഇറങ്ങി വരുന്നവർ ന്യൂട്രലൊന്നും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ 2 വീലറൊക്കെ ഇറങ്ങുവാണെങ്കിൽ, സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ മാത്രം ന്യൂട്രലിൽ ഇറങ്ങാൻ വേണ്ടി നോക്കിയാൽ മതി. ന്യൂട്രലിൽ ഇറങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു 10 കിലോമീറ്റർ വളരെ സ്ലോ ആയിട്ട് മാത്രം ഇറങ്ങി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ചരൽ പോലെ ചില സ്ഥലങ്ങളിൽ കയറി കിടപ്പുണ്ട്. അതിൽ ബ്രേക്ക് അടിക്കുകയാണെങ്കിൽ വണ്ടി സ്കിഡായി പോകും. അതിപ്പോൾ ന്യൂട്രലാണെങ്കിലും ഗിയറിലാണെങ്കിലും വണ്ടി പിടിച്ചാൽ കിട്ടത്തില്ല. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ മഴവെള്ളമൊക്കെ ഒഴുകി വന്ന് ചരലൊക്കെ ഇങ്ങോട്ട് കയറി കിടപ്പുണ്ടാവും റോഡിലേക്ക്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ ചില ഉണ്ടക്കല്ലുകളൊക്കെ ഈ മഴവെള്ളത്തിൽ വന്ന് കിടപ്പുണ്ടാവും. കാറുകാർ അതും കൂടി ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഫ്രണ്ട് വീലൊക്കെ കയറി അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ആ ചൂടും ആ ഉഷ്ണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. നല്ലൊരു ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ രാവിലെയും വൈകുന്നേരമാണ്. ഉച്ചയ്ക്കൊന്നും ഈ വഴിക്ക് വന്നേക്കരുത്. പിന്നെ ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്. ഈ വഴി മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് ആൾക്കാർക്കൊക്കെ താഴോട്ട് പോയി അവിടെ ഒരു പാറയുണ്ട്, അവിടെ പോയി നമ്മൾക്ക് നല്ല സുഖമായിട്ടിരിക്കാം. താഴ്ഭാഗത്തായിട്ട് നല്ല വ്യൂ പോയിൻ്റാണത്. അങ്ങോട്ടും പോകാവുന്നതാണ്. നമുക്കെന്തായാലും ഇനി മുകളിലോട്ട് തന്നെ പോവാം. മിക്കവാറും കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ തളിപ്പറമ്പ് ഈ കുടിയാൻമല റൂട്ടിലെ മണ്ഡലം വഴിയാണ് വരുന്നത്. വേറെ വഴി കാണിച്ചു തരും. പുലിക്കുരുമ്പ ചെന്നിട്ട് പോകാനുള്ള വഴികളൊക്കെ കാണിച്ചു തരും. ആ വഴി നമുക്ക് തിരിച്ചു പോകുമ്പോൾ പോകാം. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ ഈ വഴി ഇത്രയും ദൂരം വന്നതും കുഴപ്പമൊന്നുമില്ല, നല്ല വഴിയാണ്. പിന്നെ ചെറിയ കപ്പാസിറ്റി കുറഞ്ഞ കാറുകളൊക്കെ ആണെങ്കിൽ ഫുൾ ലോഡൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കയറുമോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ചിലപ്പം ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഫുൾ ലോഡിൽ കയറി വരുമോ സാധ്യതയില്ല. ആ സമയങ്ങളിൽ 2 ആളെ ഇറങ്ങുവാണെങ്കിൽ സുഖമായിട്ട് കയറി വരും. പിന്നെ വണ്ടിയുടെ കണ്ടീഷന് എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എവിടെ നിന്നാണേലും എത്തിച്ചേരുന്ന ഭാഗം. മണ്ഡലം വഴിയാണേലും പുലിക്കുരുമ്പ് വഴിയാണേലും കുടിയാമല വഴി വരുമ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ വരും. ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടാണ് കയറുന്നത്. നേരെ മുമ്പിൽ നിന്ന് കണ്ട റോഡാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ റോഡ് വഴിയാണ് നമ്മൾ പുലിക്കുരുമ്പയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള റോഡ്, അതായത് കുടിയാൻമല ആ റോഡിലോട്ട്. നമുക്ക് എന്തായാലും ഇനി മുകളിലോട്ട് പോയി നോക്കാം. ഈ വഴിയും ഏകദേശം നന്നായിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യം പറഞ്ഞ പോലെ വണ്ടികളുടെ കണ്ടീഷനൊക്കെ, കാറുകളൊക്കെ ആണെങ്കിൽ ബെൽറ്റുകളൊക്കെ ചേഞ്ച് ചെയ്ത് ബെൽറ്റ് വണ്ടികളൊക്കെ ആയിരിക്കണം. വരുന്നതിന് മുമ്പ് റേഡിയേറ്ററിലൊക്കെ വാട്ടറൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബെൽറ്റും ആയിട്ടുണ്ടോ, ടൈം കൃത്യം കിലോമീറ്ററിൽ മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. വണ്ടിയൊക്കെ ഓവർ ഹീറ്റ് ആകുമ്പം മേ ബി അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് മെക്കാനിക്കൊന്നുമില്ല. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ പെട്ടുപോകും.
ഏകദേശം 7 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. നമ്മുടെ ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. അത് ഏകദേശം നല്ല കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ഈ വഴിക്കൊന്നും വണ്ടി തീ പിടിച്ചതായിട്ട് പറയുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മുകളിൽ മലകളുടെ മുകൾ ഭാഗമൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലക്കയം തട്ടിൻ്റെ ഗേറ്റിലെത്തിച്ചേരും. ഇന്നലെ വൈകുന്നേരം നല്ല വേനൽ മഴയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് താഴ്ഭാഗങ്ങളിലൊക്കെ കാണുന്ന മേഘങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ. അല്ലാത്ത സമയങ്ങളൊക്കെ വരുവാണെങ്കിൽ രാവിലെ ഒരു 8 മണി തൊട്ട് ഇവിടെ നല്ല ചൂടായിരിക്കും. ഇതാണ് പാലക്കയം തട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്. ആ വഴിയെ പോകുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓരോന്നും പാർട്ടായിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. ഇതാണ് ഗേറ്റ്. താഴെയാണ് പാർക്കിംഗ് ഉള്ളത്. പാർക്കിങ്ങിന് ചാർജസ് ഉണ്ട്. ചാർജസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 വീലർ ആണെങ്കിൽ 40, 2 വീലർ 20 എന്നീ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മഴക്കാരാണ് രാവിലെ തന്നെ. അപ്പോൾ പാലക്കയം തട്ടിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 35 രൂപയാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ.